നമസ്കാരം. ധോണിയുടെ ടൈമിംഗ് മിക്കവാറും തെറ്റാറില്ല. ഇത്തവണ 17ാമത് IPL സീസൺ തുടങ്ങുന്നതിന് തൊട്ടു തലേന്ന് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക കുപ്പായം അഴിച്ചുവെച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ കൂൾ. ധോണി മാത്രമല്ല, രോഹിത് ശർമ്മയും മുംബൈ ഇന്ത്യൻസിന്റെ നായക പദവി വിട്ടിറങ്ങിയിരിക്കുകയാണ്. ലീഗിൽ 5 കിരീടം വീതം നേടിയ ഈ മിടുക്കന്മാർ ഏറ്റവും വിജയികളായ ക്യാപ്റ്റന്മാരാണ്. ഇരുവരുടെയും പിൻവാങ്ങലിൽ ആരാധകർക്ക് സങ്കടം വിങ്ങി വരുന്നുണ്ടെങ്കിലും അവർ കൈവരിച്ച നേട്ടങ്ങൾ ആലോചിക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനും തോന്നും. ക്യാപ്റ്റൻ കുപ്പായം ഇനി വേണ്ടെന്ന് ധോണി തീരുമാനിച്ച കാര്യം അറിയുന്നത് ചെന്നൈയിൽ നടന്ന IPL ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ടിന് തൊട്ട് മുമ്പെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് CEO കാശി വിശ്വനാഥൻ പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ ചെന്നൈ IPL കിരീടം നേടിയപ്പോൾ ധോണി വിരമിക്കുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ആരാധകരുടെ സ്നേഹാധിക്യത്താൽ അടുത്ത സീസണിൽ കളിക്കുമെന്ന് ധോണി പറഞ്ഞിരുന്നു. കാൽമുട്ടിനേറ്റ പരിക്കിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ധോണി ഇത്തവണ പൂർണ്ണ കായികക്ഷമത കൈവരിച്ചിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത്. 2014 ഡിസംബർ 30 ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ആദ്യ 2 ടെസ്റ്റുകൾക്ക് ശേഷം ടെസ്റ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചതും 2019 ഏകദിന ലോകകപ്പ് തോൽവിക്ക് ശേഷവും ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിക്കാതെ സസ്പെൻസ് കാത്ത ധോണി ഒടുവിൽ 2020 ഓഗസ്റ്റ് 15 അപ്രതീക്ഷിതമായി ട്വീറ്റിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചതും സമാനമായിരുന്നു. 2022 IPL സീസണിന്റെ തുടക്കത്തിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറാനുള്ള തീരുമാനവും ഇതേപോലെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ധോണി പുറത്തുവിട്ടത്. പിന്നീട് സീസണിനിടെ ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ധോണി വീണ്ടും തിരിച്ചെത്തിയതും ആരാധകർക്ക് അത്ഭുതമായി. ധോണിയുടെ നായകത്വത്തിൽ കിരീടനേട്ടം മാത്രമല്ല, ടീം ആകെ മികവിന്റെയും സ്ഥിരതയുടെയും പ്രതീകമായി മാറിക്കഴിഞ്ഞിരുന്നു. കടുത്ത സമ്മർദ്ദത്തിനിടയിലും കൂളായിരിക്കാനുള്ള കഴിവ്, പുതുമയാർന്ന ഗെയിം പ്ലാനുകൾ, തൻ്റെ സഹകളിക്കാരിൽ നിന്ന് മികച്ചത് പുറത്തെടുക്കാനുള്ള മിടുക്ക്, ഇതെല്ലാം ധോണി വേറിട്ട് നിർത്തുന്നു. സമാന രീതിയിൽ മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യയാണ് പുതിയ നായകൻ. തന്ത്രങ്ങളുടെ ആശാനായ രോഹിത്തിന്റെ നേതൃത്വത്തിൽ 5 കിരീടം നേടിയ മുംബൈയും തലമുറ മാറ്റത്തിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2013 റിക്കി പോണ്ടിങ്ങിൽ നിന്ന് കടിഞ്ഞാൻ ഏറ്റെടുത്ത രോഹിത് മുംബൈക്ക് പുതിയൊരു യുഗത്തിന് തുടക്കമാണ് കുറിച്ചത്. ആ വർഷം തന്നെ ടീം ആദ്യ IPL കിരീടം സ്വന്തമാക്കി. കൂളായി തീരുമാനങ്ങൾ എടുക്കുന്ന ഫീൽഡിലെ ആക്രമണാത്മക ശൈലി പിന്തുടരുന്ന രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ലീഗിലെ പ്രബല ടീമുകളിൽ ഒന്നായി മാറി മുംബൈ ഇന്ത്യൻസ്. രോഹിത്തിന്റെ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയ ദിശയിൽ ടീമിനെ നയിക്കുകയാണ് ഹാർദിക്കിന്റെ ദൗത്യം. ധോണിയും രോഹിതും വെറും നായകന്മാർ മാത്രമായിരുന്നില്ല. അവർ തങ്ങളുടെ നേതൃപാടവത്താലും കളിയിലെ തഴക്കത്താലും ടീമുകളുടെ വിജയശില്പികളായി മാറി. ക്രിക്കറ്റ് പ്രേമികളുടെ ഉള്ളിൽ കുളിര് കോരിയിട്ട ഒരുപിടി പ്രകടനങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ധോണി രോഹിത് യുഗത്തിന് പരിസമാപ്തിയാകുന്നത്. ലീഗ് തുടങ്ങുന്നതിന് തൊട്ട് തലേന്നുള്ള ധോണിയുടെ നായക സ്ഥാനത്ത് നിന്നുള്ള പിന്മാറ്റം ടീമുകളുടെ ആരാധകർ തമ്മിലുള്ള പോരിനും വഴിവെച്ചു. ധോണി ഒഴിഞ്ഞതല്ല, പുറത്താക്കിയതാണെന്ന് മുംബൈ ഇന്ത്യൻസ് ആരാധകർ ആരോപിക്കുന്നു. എന്നാൽ രോഹിത്തിനെ പുറത്താക്കിയതുപോലെ ധോണിയെ പുറത്താക്കില്ലെന്നും അദ്ദേഹം അടുത്ത തലമുറയ്ക്ക് മാന്യമായി ഉത്തരവാദിത്തം കൈമാറുകയാണ് ചെയ്തതെന്നും ചെന്നൈ ആരാധകരും എത്തി. സാക്സ് എന്ന ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിംഗ് ആണ്. IPL ഇതുവരെ പുറത്താക്കപ്പെടാത്ത ഒരേയൊരു നായകൻ വിരാട് കോഹ്ലിയാണെന്ന് ചൂണ്ടിക്കാട്ടി RCB ഫാൻസും രംഗത്തെത്തി. 2021 IPL സീസണിന് ശേഷമാണ് കോഹ്ലി RCB നായക സ്ഥാനം ഒഴിഞ്ഞത്. മുംബൈ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ എന്തിനു മാറ്റിയെന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ മുംബൈ പരിശീലകൻ മാർക്ക് ബൗച്ചർ കുഴങ്ങിയിരുന്നു. മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത 63 ദിവസമായിട്ടും മുൻ നായകൻ രോഹിത് ശർമ്മയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്ന ഹാർദിക് പാണ്ഡ്യയുടെ തുറന്നു പറച്ചിലും ആരാധകർ ഞെട്ടലോടെയാണ് കേട്ടത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം രോഹിത്തിനോട് സംസാരിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. രോഹിത് തിരക്കിലും യാത്രയിലുമായതിനാൽ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലെത്തിയ ശേഷം സംസാരിക്കുമെന്നുമായിരുന്നു ഹാർദിക്കിന്റെ പ്രതികരണം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൽ തന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കളിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. സഹായിക്കാൻ രോഹിത് എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നും സഹായം ആവശ്യമുണ്ടെങ്കിൽ രോഹിത്തിനോട് ചോദിക്കുമെന്നും മുംബൈ നായകനായ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഉയർന്ന ആരാധകരുടെ പ്രതിഷേധത്തെക്കുറിച്ചും ഹാർദിക് മറുപടി നൽകി. ആരാധകരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായത് ശരിയാണ്. ആരാധകരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതേസമയം ഇത് സ്പോർട്സാണ്. ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആരാധകരോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. അവർക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. അവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. അതേസമയം ഗ്രൗണ്ടിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിലാണ് ടീമിന്റെ ശ്രദ്ധയെന്നും ഹാർദിക് പറഞ്ഞു. കഴിഞ്ഞ വർഷം അസാധാരണ നീക്കത്തിലൂടെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യയെ ടീമിൽ തിരിച്ചെത്തിച്ച മുംബൈ ഇന്ത്യൻസ് പിന്നീട് രോഹിത്തിന് പകരം നായകനായി പ്രഖ്യാപിക്കുകയായിരുന്നു. രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു.